Hi everyone. Trigonometry topic question ചെയ്യാം. If x equal to sec 57 degree, then cot square 33 plus sin square 57 plus sin square 33 plus cos square 57 എന്നിട്ട് ഒരു വലിയ എക്സ്പ്രഷൻ ഉണ്ടെന്ന് അതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എല്ലാം 57ന്റെ ടേംസിലാണ്. 57 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷനും എക്സിന്റെ ടേംസിലാണ്. അപ്പം എല്ലാം 57ന്റെ ടേംസിലാക്കണം. 33 ആണ് വേറെ തന്നിട്ടുള്ള ആംഗിൾ വാല്യൂ. ശ്രദ്ധിച്ചാൽ മതി. 33 57 എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് അല്ലേ? കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ് 33 57. 57 പ്ലസ് 33 എന്ന് വെച്ചാൽ 90 ആണ്. രണ്ട് ആംഗിളിനെ സമയം 90 ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ആദ്യം കോട്ട് സ്ക്വയർ 33 നമുക്കുണ്ട്. കോട്ട് സ്ക്വയർ 33 നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് ഈക്വൽ ടു ടാൻ 90 മൈനസ് എ. അപ്പം ടാൻ 57 ടൈംസിൽ ടാൻ സ്ക്വയർ 57 എഴുതാം. കോട്ട് സ്ക്വയർ 33 പ്ലസ് സൈൻ സ്ക്വയർ 57 പ്ലസ് സൈൻ സ്ക്വയർ 33. ഇപ്പം എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ സൈൻ സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം സൈൻ സ്ക്വയർ 57 പ്ലസ് സൈൻ സ്ക്വയർ 33 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് കൊസി സ്ക്വയർ 57 ഇൻറ്റു കോസ് സ്ക്വയർ 33. ഇപ്പം എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ കോസ് എ ഇൻറ്റു കൊസി കെ ഇൻറ്റു കോസ് ബി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം കോസ് സ്ക്വയർ 57 ഇൻറ്റു കോസ് സ്ക്വയർ 33 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അതേപോലെ തന്നെ സി സ്ക്വയർ 33 ഇൻറ്റു സൈൻ സ്ക്വയർ 57. എ പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ സി കെ ഇൻറ്റു സൈൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം അതും 1 കിട്ടും. അപ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1 3 പ്ലസ് ടാൻ സ്ക്വയർ 57. ഓക്കെ, 3 പ്ലസ് ടാൻ സ്ക്വയർ 57 കിട്ടി. എനിക്ക് അറിയാം സി 57ന്റെ വാല്യൂ അറിയാം. സി 57ന്റെ വാല്യൂ എക്സ് ആണ്. അപ്പം ടാൻ 57ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി സ്ക്വയർ എ പ്ലസ് സി സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് അറിയാം. അപ്പം 3 പ്ലസ് ടാൻ സ്ക്വയർ 57 എനിക്ക് എങ്ങനെ എഴുതാം? സി സ്ക്വയർ 57 മൈനസ് 1 എന്ന് എഴുതാം അല്ലേ? സി സ്ക്വയർ 57 എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 1, അതായത് എക്സ് സ്ക്വയർ പ്ലസ് 2. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എക്സ് സ്ക്വയർ പ്ലസ് 2.